ഹലോ മക്കളെ, സോ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നുള്ള രൂപത്തിലൊക്കെ നല്ല കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളല്ലേ നിങ്ങൾ? എനിക്കറിയാം. കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് ഇപ്പോൾ ഡോപ്പയിൽ റെസിഡൻഷ്യലിൽ നിൽക്കുന്ന കുട്ടികളെ നേരിട്ട് അറിയാം. ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ നേരിട്ട് കണ്ട് പരിചയമുണ്ട്. സോ അവരിൽ ചില ആളുകളൊക്കെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് 10 മിനിറ്റ് ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്, 15 മിനിറ്റ് ഇരിക്കുന്ന ആളുകളുണ്ട്, 30 മിനിറ്റ് ഇരുന്നിട്ട് ഉത്തരവൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ, നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു നോക്കാം. ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഇതിന് 2-3 സ്റ്റെപ്സ് ഉണ്ട് ഫസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീഡ് ദ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇപ്പോൾ കാണിക്കുന്നതിൽ ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട്, കുറച്ച് ഡേറ്റാസ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ ഓരോ വാല്യൂസ് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് കാണിക്കാം. ഈ വാല്യൂസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേപ്പറിലേക്ക് ഈ വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതി വെക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. എഴുതി വെക്കാം. ആൻഡ് വാട്ട് വി ഹാവ് ടു ഫൈൻഡ്, ഇതാ നോക്കാം, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം. അപ്പോൾ അതെടുത്ത് എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് എത്രയുണ്ട്, ഇപ്പോൾ 4 കാര്യങ്ങൾ അവിടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് അവിടെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് തന്ന കാര്യം ടൈം തന്നിട്ടുണ്ട്, ആൻഡ് ചോദിച്ച കാര്യം ആക്സിലറേഷൻ എത്രയാണെന്നുള്ളത്. അപ്പോൾ വി ഉണ്ട്, യു ഉണ്ട്, ടൈം ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. 3 സാധനങ്ങൾ തന്നിരിക്കുന്നു. 4ാമത് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു. ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് മാത്രം പറയുന്നതാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നോട്ട്ബുക്ക് ഇതുപോലെ ഇക്വേഷൻ ബുക്ക് ഇതുപോലെ തുറന്നു വെച്ചിട്ടുണ്ടാവും. സോ ഇക്വേഷൻ ബുക്കിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട്, ഓക്കെ സാർ, അപ്പോൾ ഇതിനകത്ത് വിയും യുവും എയും ടിയും ഉള്ള ഇക്വേഷൻ ഏതാണെന്നുള്ളത് നോക്കുക. ആ ഇക്വേഷൻ എടുത്ത് നമ്മുടെ ബുക്കിലേക്ക് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ എന്ത് ചെയ്യുക, ഈ വാല്യൂസ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കിട്ടും. സോ ഈ സാധനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കുക, ഡേറ്റ എടുത്ത് എഴുതുക, ഏത് ഇക്വേഷനാണ് നോക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബൈ ഹാർട്ട് ഇക്വേഷൻ ഒന്നും അറിയണ്ട, നമ്മൾ നോക്കിയിട്ട് എഴുതിയാൽ മതി. സോ ഇതേ രൂപത്തിൽ ഒരു 200 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തേക്ക് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബൈ ഹാർട്ട് ആയിക്കോളും. അതിനുവേണ്ടി വേറെ സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യുക, ഈ സാധനം ചെയ്യുക. ഇതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന് എത്ര സമയം എടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ കേട്ടോ മക്കളെ, നമുക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു, ക്വസ്റ്റ്യൻ വായിച്ചു. ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം 1 മിനിറ്റ് സമയം എടുക്കാം. മാക്സിമം കേട്ടോ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റ് സമയം റീഡിങ്ങിന് വേണ്ടി എടുക്കാം. ഈ 1 മിനിറ്റ് സമയം ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ അറിയാം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ ആരംഭിക്കുക. ഇതുപോലെ വാല്യൂസ് ഒക്കെ എടുത്ത് 1 മിനിറ്റ് വേണ്ടി വരില്ല, 10 സെക്കൻഡോ 15 സെക്കൻഡോ നമ്മൾ വായിച്ച് തീരും. പിന്നെ വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതുക, ഇക്വേഷൻ എടുത്ത് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തുടങ്ങുക, സോൾവ് ചെയ്ത് തുടങ്ങുക. നമുക്ക് 2ാമത്തെ മിനിറ്റ് 3ാമത്തെ മിനിറ്റ് ഇനി ഒരു 2 മിനിറ്റും കൂടി ഇതിന് സ്പെൻഡ് ചെയ്യാം, എന്ത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോട്ടൽ 3 മിനിറ്റായി. 1 മിനിറ്റ് വായിക്കാൻ എടുത്തു, 2 മിനിറ്റും കൂടി സ്പെൻഡ് ചെയ്തു. ഈ 3 മിനിറ്റിൻ്റെ ഒടുവിൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളിതൊരു തോൽവിയായിട്ടൊന്നും എടുക്കണ്ട. നിങ്ങൾ നേരെ അതിൻ്റെ ഹിൻഡ് മറിച്ച് നോക്കുക. ഒരു ഗൈഡിലോ ബുക്കിലോ ഡോപ്പയുടെ ആപ്പിലോ ക്വസ്റ്റ്യൻ ബാങ്കിലോ ഒക്കെ എന്തുണ്ടാവും, ഇതിനുള്ള ഹിൻഡ് ഉണ്ടാവും. ഹിൻഡ് നോക്കുക. ഹിൻഡ് നോക്കിയതിന് ശേഷം ആ ഹിൻഡ് വെച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്യുക. അതിന് ഒരു 2 മിനിറ്റ് കൂടി എടുക്കുക. അപ്പോൾ ടോട്ടൽ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും കിട്ടാത്തൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കളിച്ച് 10 മിനിറ്റ് ഒന്നും ഇരിക്കരുത്. അത് നഷ്ടമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സോ സപ്പോസ് ഇനി വേറൊരു രൂപത്തിലാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചപ്പോൾ തന്നെ ഒരു ഐഡിയ ഇല്ല, ഇതെന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണോ അത് നോക്കണോ? ഡെഫിനറ്റ്ലി പറയാണ്, മാക്സിമം 1 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഇതെന്താണ് സാധനം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച് നോക്കാം. ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് നോക്കുക. പിന്നെ ഒരു 2 മിനിറ്റും കൂടി എടുക്കുക. അപ്പോൾ ടോട്ടൽ 3 മിനിറ്റ് കൊണ്ട് ആ ക്വസ്റ്റ്യൻ കവർ ചെയ്യുക. സോ അറിയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാനാണോ അറിയാത്ത ക്വസ്റ്റ്യൻ ചെയ്യാനാണോ കൂടുതൽ സമയം എടുക്കുകയെന്ന് വെച്ചാൽ, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാനാണ് സമയം എടുക്കുക. അറിയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു 2 മിനിറ്റും കൂടി ഉണ്ടാവും. ചിലപ്പോൾ 2 മിനിറ്റിൻ്റെ ഒടുവിൽ നമുക്ക് ഉത്തരം കിട്ടും, അങ്ങനെയാണെങ്കിൽ 3 മിനിറ്റ്. സോ എന്തായാലും 5 മിനിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു ക്വസ്റ്റ്യനും കൊണ്ട് പോകരുത്. കാരണം അത് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മിനിമം ഒരു 12 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഏറ്റവും മിനിമം ആണ് പറയുന്നത് 12 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാൻ പറ്റണം. മാക്സിമം 60 ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്. അതിലേക്കാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ദിവസത്തിൽ ഒരു 5 മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യേണ്ടത് മിനിമം ഒരു 60-70 ക്വസ്റ്റ്യൻ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മുടെ ടാർഗറ്റായിട്ട് ഒരു 150, 200, 300 എന്നുള്ള രൂപത്തിൽ ടാർഗറ്റ് വെക്കുക. അതിലേക്ക് വേണ്ടി ട്രൈ ചെയ്യുക. സോ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ കൺഫ്യൂഷൻ എന്തായാലും എന്ത് ചെയ്യുക, കൺഫ്യൂഷൻ ഉണ്ടാകുന്നുള്ള ഒരു ഉറപ്പാണ്. അതെന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നുള്ളവരും നോക്കുക. അതെന്ത് ചെയ്യുക, അത് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനുള്ളത്, ഡോപ്പ ഉള്ളത്. സോ വി ആർ ഓൾ വിത്ത് യു. അടിപൊളിയായിട്ട് പഠിക്കും മക്കളെ. നിങ്ങളെല്ലാവരും ഫ്യൂച്ചർ മെഡിക്കോസാണ്. നിങ്ങൾ ആഗ്രഹം സഫലീകരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ്, ആൻഡ് ഇത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനാണ്. അതൊരിക്കലും മറക്കരുത്. ആൻഡ് വിൽ മീറ്റ് യു ഓൺ അനദർ വീഡിയോ. ബൈ.